ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു കേക്കിൻ്റെ ബോർഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ അതിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇതിൽ നിന്നും നമുക്ക് ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ചുരുക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കണം. ഇനി നമുക്കത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് കുറേ എണ്ണം കട്ട് ചെയ്ത് വെക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇലകളാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസിൽ നിന്നും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കുറേ എണ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതെല്ലാം നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുന്നവർ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇവിടെ ആയിട്ട് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നൂലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓരോന്നും ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ഓരോ ഇലകളും ഇതുപോലെ ടൈറ്റാക്കി ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഒരു ഇല ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോന്നും നമുക്കിതുപോലെ കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മൾ അതെല്ലാം നൂല് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇലകളാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൻ്റെയും അടിവശവും മുകൾ വശവും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് പൂക്കളാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിൻ്റെ സൈഡ് വശവും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും ഇതുപോലെയാണ് ഫ്ലവർ കട്ട് ചെയ്തെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലൊരു പീസ് നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുത്തതിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ മുറിഞ്ഞ് കിട്ടാത്ത ഭാഗം നമ്മൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് നമുക്ക് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വൂളൻ ത്രെഡ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെറുതാക്കി നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വൂളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പൂക്കൾ മാത്രമല്ല, നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡോൾ മേക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ ഇതുപോലെ വൂളൻ ത്രെഡ് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തു. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ ബോർഡിൽ ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ഫോം ഷീറ്റാണ്. ഇതിൽ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് ഇതുപോലെ വരച്ചെടുക്കണം. അടപ്പ് വെച്ച് നമ്മൾ ഫോം ഷീറ്റിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. നമ്മളതിൽ വരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫെവി ബോണ്ട് വെച്ചാണ് അത് ഒട്ടിച്ചെടുക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ.
ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പൂക്കളും ഇലകളും എല്ലാം നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. വൂളൻ ത്രെഡിന്റെ ചെറിയൊരു പീസ് വെച്ച് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകളെല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.